ഇതുപോലെ ഒരു ഇൻട്രോ വീഡിയോ ക്യാൻവ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ മുബാറക്. ട്രാവൽ ഇൻട്രോ എങ്ങനെ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് സൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് എനിക്ക് വേണ്ട ഒരു ഫോട്ടോ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഇതിലേക്ക് കോപ്പി ചെയ്യണം. ഞാൻ ഇൻട്രോയ്ക്ക് വേണ്ടിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. ശേഷം ഞാൻ അതിനൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ഈ ഒരു ഫയൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെക്കാം. PNG ആയിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ. ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ഫയൽ വീണ്ടും ഇതിലേക്ക് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് ആ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പേജ് ഡിലീറ്റ് ചെയ്യാം. ശേഷം നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ആ ഒരു നേരത്തെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്ത ആ ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു പിക്ചറിൻ്റെ മുകളിൽ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ആയിട്ട് സെറ്റ് ആവും. ഇനി നിങ്ങൾ എലമെൻറ്റ്സിൽ വരിക. എലമെൻറ്റ്സിൽ വന്നിട്ട് ഞാനിവിടെ ഒരു എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുകയാണ്. റിയൽ പ്ലെയിൻ എന്നുള്ള എടുക്കുകയാണ്. ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് സെറ്റ് ചെയ്യാം. വീണ്ടും ഒരു എലമെൻസും കൂടെ എടുക്കുകയാണ്. ഇത് യെല്ലോ കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ. ഇതിലേത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യെല്ലോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുള്ളത്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഈ ഫ്ലൈറ്റ് എന്നുള്ളതില്ലേ അത് മുകളിലേക്ക് കൊണ്ടുവരിക. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇത് ഒരുമിച്ച് ഗ്രൂപ്പാക്കുമ്പോൾ നമ്മൾ നേരത്തെ സൈഡിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എലമെൻസും കൂടെ ആഡ് ചെയ്യണം. ഒരുമിച്ച് ഗ്രൂപ്പാക്കിയിട്ട് ഇവിടെ ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് മൂവ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്യുക. ഒരു ബോക്സ് ഒന്നും കൂടെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം Ctrl+A ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് ബാക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു പേജിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് പേജ് അല്ലെങ്കിൽ Ctrl+D എൻ്റർ ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഫസ്റ്റുള്ള ലെയർ തന്നെ ഫസ്റ്റുള്ള പേജ് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ടൈറ്റിൽസ് ആഡ് ചെയ്യണം. അത് ഞാൻ കുറച്ച് ടൈറ്റിൽസ് ആഡ് ചെയ്യണം.
അതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഇനി ഈ ഒരു ഫോണ്ട് സ്റ്റൈലിന് ഒരു ആനിമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതിന് മുമ്പ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഷോ ടൈമിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ടൈമിങ്ങിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആനിമേഷൻ സെലക്ട് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്തൊരു ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ മുകളിൽ എഴുതിയ ഫോണ്ടിൻ്റെ അതേ സ്റ്റൈൽ തന്നെയാണ് ഈ താഴത്തുള്ളതും വരുന്നുണ്ടെങ്കിൽ അതുപോലെ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പി സ്റ്റൈൽ എന്നുള്ളത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഏത് ടെക്സ്റ്റിലേക്കാണോ നിങ്ങൾക്ക് ആ ഒരു മോഡൽ വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യുക, ഇതിൻ്റെ സമയം ഒന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സെക്കൻഡ് ആവശ്യമില്ല, കുറച്ചും കൂടെ കുറയ്ക്കണം. ഇനി നമുക്ക് ഇതിലൊരു ട്രാൻസിഷൻ ആഡ് ചെയ്യണം. അതിനെ ജസ്റ്റ് ഇവിടെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ കാണാൻ പറ്റും ട്രാൻസിഷൻ. അതിൽ മാച്ച് ആൻഡ് മൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് പേജിലേക്ക് വരിക. സെക്കൻഡ് പേജിൽ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യുക, സൈഡിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഇതേപോലെ വയ്ക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻട്രോ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.